മലയാളത്തിലെ പ്രശസ്തമായ ചില അഭിനേതാക്കൾ മറ്റു നടന്മാർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തതിനെ കുറിച്ച് നാം 3ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നാം സംസാരിക്കുന്നത് ഡബ്ബിങ്ങിനെ കുറിച്ചാണ്. എന്നാൽ അഭിനേതാക്കളുടേതല്ല, മറിച്ച് സംവിധായകരുടെ ഡബ്ബിങ്ങിനെ കുറിച്ചാണ്. ചില ഡയറക്ടേഴ്സ് അവർ സംവിധാനം ചെയ്ത സിനിമകളിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്കും മുഴുനീള കഥാപാത്രങ്ങൾക്കുമെല്ലാം ഡബ്ബ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചില രംഗങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. തന്റെ ഒട്ടുമിക്ക സിനിമകളിലും കാമിയോ റോൾ ചെയ്യുന്ന ഒരാളാണ് ജിത്തു ജോസഫ്. ഡയറക്ടേഴ്സ് കാമിയോസ് എന്ന പേരിൽ അതിനെക്കുറിച്ച് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ദൃശ്യത്തിലെ ഈ ഒരു അപ്പിയറൻസിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണി നടക്കുക. എഞ്ചിനീയറാ. സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് നേരെ ചൊവ്വേ പഠിച്ചിരുന്ന ഇതുപോലെ എഞ്ചിനീയറായി ടൈം കെട്ടി നടക്കാം. അതുകൂടാതെ ദൃശ്യത്തിൽ അദ്ദേഹം മറ്റൊരു കഥാപാത്രത്തിന് വേണ്ടിയും ഡബ്ബ് ചെയ്തിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും താമസിക്കുന്ന ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിന്റെ ശബ്ദം ജിത്തു ജോസഫിന്റേതായിരുന്നു. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഡബിൾ റൂമിന് 650 ടാക്സ്. അന്ന് ബില്ലുണ്ടായിട്ടുണ്ടാവില്ല. ബില്ല് വേണ്ട. ദൃശ്യം 2-വിൽ ജിത്തു ജോസഫ് മറ്റൊരു കഥാപാത്രത്തിനും ശബ്ദം നൽകിയിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ തിയേറ്ററിലെ ജീവനക്കാരന്റെ ശബ്ദമായിരുന്നു അത്. സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രം ജോർജ് കുട്ടിയെ കാണാൻ വരുന്ന രംഗത്തിലായിരുന്നു അത്. സാറേ, സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരെ? അതറിയില്ല. തന്റെ മറ്റു സിനിമകളിലും ജിത്തു ജോസഫ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായ മെമ്മറീസിൽ ഒരു രംഗത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാം. മനസ്സിലാവുന്നില്ല, വെറും മുറിവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നില്ല, വെറും മുറിവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങളുടെ പിന്നിലൂടെ ഫോൺ വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ജിത്തു ജോസഫാണ്. ആ സിനിമയിലെ ഈ രംഗത്തിൽ ഈ ഒരു കഥാപാത്രത്തിനായിരുന്നു ജിത്തു ജോസഫ് ശബ്ദം നൽകിയത്. 2022 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായ 12th മാനിലും ജിത്തു ജോസഫിന്റെ ശബ്ദം കേൾക്കാം. അനു സിത്താര അവതരിപ്പിച്ച മെറിൻ എന്ന കഥാപാത്രത്തിന്റെ ചേട്ടന്റെ ശബ്ദം ജിത്തു ജോസഫിന്റേതായിരുന്നു. എന്താ മോളെ പിന്നെ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാത്രി ഇനിയും വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞേ. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മുകേഷ് ചിത്രമാണ് ഗോഡ് ഫാദർ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ സിനിമ എന്ന റെക്കോർഡ് ഇപ്പോഴും ആ ചിത്രത്തിനാണ്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇങ്ങനൊരു രംഗം കാണാം. വീടെത്തി. അഞ്ഞൂറാന്റെ ഡ്രൈവർ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് സംവിധായകൻ ലാൽ തന്നെയായിരുന്നു. വീടെത്തി. അവരുടെ ആദ്യ ചിത്രമായ റാംജി റാവ് സ്പീക്കിംഗിൽ ഹരിശ്രീ അശോകന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയതും അദ്ദേഹം തന്നെയായിരുന്നു. ശ്രീ മോഹൻലാലിന് വേണ്ടി സംവിധായകൻ രഞ്ജിത്ത് ശബ്ദം നൽകിയതിനെ കുറിച്ച് നാം ഒരു എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ചന്ദ്രോത്സവം സിനിമയിൽ ഈ ഒരു രംഗത്തിലായിരുന്നു അത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ്, സ്വർണ്ണ നാണ്യങ്ങളല്ല. ഒരു ചാന്ദ്രമാസം, ആ കാലമേ എനിക്കിവിടെ ഉള്ളൂ. ഒരു ഡയലോഗിൽ മാത്രം മോഹൻലാലിന്റെ ശബ്ദം മാറുന്നതായി കാണാം. ഒരു ചാന്ദ്രമാസം, ഒരു ചാന്ദ്രമാസം. ഈ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് സംവിധായകനായ രഞ്ജിത്ത് തന്നെയാണ്. 2010 രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ്. ആ സിനിമയിൽ ജെസി ഫോക്സ് എലൻ എന്ന നടൻ ചെയ്ത കഥാപാത്രമായിരുന്നു സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി. ആ കഥാപാത്രത്തിന്റെ മലയാളം ഡയലോഗുകളിൽ ശബ്ദം നൽകിയത് സംവിധായകൻ രഞ്ജിത്ത് തന്നെയായിരുന്നു. അവൻ പഠിച്ചു മിടുക്കനാവുകയും ചെയ്യും. നീ നൽകാൻ പോകുന്ന സ്നേഹം മാത്രം മതി അവൻ മിടുക്കനാവാൻ. 1986 വേണു നാഗവള്ളി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സുഗമോ ദേവി. മോഹൻലാൽ, ഗീത, ശങ്കർ, ഉർവശി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആ ചിത്രത്തിൽ ശങ്കറിന് വേണ്ടി ശബ്ദം നൽകിയത് സംവിധായകനായ വേണു നാഗവള്ളി തന്നെയായിരുന്നു. എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ? എപ്പോഴും കണ്ടോണ്ടിരിക്കുകയല്ലേ, മനസ്സുനിറിയ ദേവിയാണ് നമ്മുടെ കൊച്ചുവീട് പാരഡൈസ്. ശങ്കറിന്റെ മിക്കവാറും അഭിമന്യു സിനിമയിലും ശങ്കറിന് വേണ്ടി ശബ്ദം നൽകിയത് വേണു നാഗവള്ളി തന്നെയായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. എക്സ്ക്യൂസ് മീ, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. 1980 ബാലചന്ദ്ര മേനോൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇഷ്ടമാണ് പക്ഷേ. സുകുമാരൻ, രതീഷ്, വേണു നാഗവള്ളി, ജഗദീഷ് ശ്രീകുമാർ എല്ലാം തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിലെ രതീഷിന്റെ ഒരു രംഗമാണിത്. നടൻ രതീഷിന്റെ ശബ്ദത്തിലെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മറ്റാരുമല്ല, സംവിധായകനായ ബാലചന്ദ്ര മേനോൻ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയത്. തട്ടത്തിൻ മറയത്ത് സിനിമയിൽ മുഖം കാണിക്കാതെ വന്ന കഥാപാത്രത്തിന് സംവിധായകനായ വിനീത് ശ്രീനിവാസൻ തന്നെ ശബ്ദം നൽകിയതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. ഭഗത് മാനുവൽ അവതരിപ്പിച്ച ഹംസ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മളെ ഗോപാലമാഷ മോള, നമ്മുടെ പാച്ച അല്ലല്ല MA മലയാളം. ആ ഒരു രംഗത്ത് മുഖം കാണിക്കാതെ അഭിനയിച്ചത് വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വന്ന് സംവിധായകനായ ഒരാളാണ് ജിസ് ജോയ്. അല്ലു അർജുന് ശബ്ദം നൽകുന്ന അദ്ദേഹം മറ്റു പല സിനിമകളിലും ശബ്ദം നൽകിയിട്ടുണ്ട്.
അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു ആസിഫ് അലി, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വിജയ് സൂപ്പറും പൗർണമിയും. സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് സംവിധായകനായ ജിസ് ജോയ് തന്നെയായിരുന്നു. നിനക്ക് ഞാൻ ആരാന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. ആ കഥാപാത്രത്തിന്റെ മുഖം കാണിക്കാത്തത് കൊണ്ടും ശബ്ദം അല്ലു അർജുന്റേതായതുകൊണ്ടും ആ രംഗം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലു അർജുന്റെ മുഖമാണ് ഓർമ്മ വരിക. ഇതുപോലെ സംവിധായകർ നടത്തിയ ഡബ്ബിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.